ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് മീൻ, മീഡിയൻ, മോഡ് അതൊക്കെ തന്നെ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ഓക്കെ, ഇതിനകത്ത് ഗ്രാഫ് ഒന്നും നമുക്ക് പഠിക്കില്ല, അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് പഠിച്ചത്. ഓക്കെ, നമുക്ക് ആദ്യം മീൻ നോക്കാം. സാധാരണ ഇപ്പം കുറേ വാല്യൂസ് തന്നിട്ട് അതിൻ്റെ മീൻ ഇപ്പം 5, 2, 7, 10 ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പം കുറേ വാല്യൂസ് മാത്രം തന്നിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറയുന്നു. അല്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ആവറേജ് എന്ന് പറയാം. ഓക്കെ, മീനിൻ്റെ വേറൊരു പേരാണ് ആവറേജ്. എന്നിട്ട് നമുക്ക് കുറേ വാല്യൂസ് മാത്രം തന്നിട്ടാണെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസിന് നമ്മൾ ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതെടുക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടും. അതായത് ഇവിടെ 4 വാല്യൂസ് തന്നിട്ടുള്ളത്. അന്നേരം നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4 ആണ്. സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മൾ എന്ത് ചെയ്യും? 5 + 2 + 7 + 10 എടുക്കും. ഈ കൂട്ടി കിട്ടുന്നതിന് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ഉള്ള? 1, 2, 3, 4 4 വലിയ ഉള്ളത്. അന്നേരം ബൈ 4 ചെയ്യുക. അന്നേരം ഇങ്ങനെ വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇപ്പം നോക്കിക്കേ. ഇപ്പം മാർക്ക് കിട്ടിയവരുടെ എണ്ണം. അന്നേരം 10 മാർക്ക് കിട്ടിയ 3 പേര്, 5 മാർക്ക് കിട്ടിയ 4 പേര്, അങ്ങനെ വാല്യൂസും അതേ കണക്ക് തന്നെ ഫ്രീക്വൻസിയും തരുവാണെങ്കിൽ ഇത് എക്സും ഇത് എഫും ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എഫ്, അതായത് x1 f1 + x2 f2 + എത്ര എണ്ണം തന്നിട്ടുണ്ടോ പ്ലസ് എക്സെട്ര അപ് ടു xn fn ബൈ f1 + f2 + എക്സെട്ര + fn എന്ന് വെച്ചാൽ സിഗ്മ i = 1 to n, അല്ലെങ്കിൽ സിഗ്മ fi xi എന്ന് പറയും, ബൈ സിഗ്മ fi എന്ന് വെച്ചാൽ എന്തോന്നറിയാവോ? ഇപ്പം ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എടുക്കുന്നതെന്ന് വെച്ചാൽ 10 × 3 + 5 × 4 ഇത് രണ്ടേ തന്നിട്ടുള്ളൂ. ഇത് നമുക്കിങ്ങനെ കുറേ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എഴുതിയിട്ട് പിന്നെ സിഗ്മ fi കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 + 4. ഈ എഫിൻ്റെ കോളത്തിൽ തന്നിരിക്കുന്ന ഏതൊക്കെയുണ്ടോ അതെല്ലാം കൂടെ കൂട്ടി എഴുതുക. അതാണ് ഈ സിഗ്മ fi xi ബൈ സിഗ്മ fi കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തതിന് തേർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോക്സിൽ ഇൻ്റർവെല്ല് വെച്ച് തരുക. 10 to 20, 20 to 30 ഇങ്ങനെ തന്നിട്ട് 5, 2 ഇങ്ങനെ വരുവാന്ന് വെച്ചോ. ക്ലാസ് ഇൻ്റർവെല്ല് വെച്ച് തരുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മളിവിടെ എക്സ് നമുക്ക് തന്നിട്ടില്ല, ശ്രദ്ധിക്കേ. 10 to 20, 20 to 30, 5, 2 ഇത് എഫ് ആണെന്നറിയാം. ഇത് ക്ലാസ് ഇൻ്റർവെൽ അല്ലേ? അവിടെ എക്സ് ഉണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എക്സ് കണ്ടുപിടിക്കുക നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് + ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 20 ആണ്, ഇവിടുത്തെ ലോവർ ലിമിറ്റ് 10 ആണ്. അത് 10 + 20 ബൈ 2 ചെയ്യണം, അതായത് 15 കിട്ടും. അതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേടുത്ത് 20 to 30 വരുമ്പം അപ്പർ ലിമിറ്റ് ഏതാ? 30 + 20 ബൈ 2 ചെയ്യുക, അതായത് 50 ബൈ 2 കിട്ടും, അതായത് 25 കിട്ടും. അതായിരിക്കും അതിൻ്റെ ക്ലാസ് മാർക്ക്. ഇതിനെ നമുക്ക് ക്ലാസ് മാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കണ്ടുപിടിക്കുന്ന എക്സ് വാല്യൂ നമ്മൾ ക്ലാസ് മാർക്ക് എന്ന് പറയും. പിന്നെ നേരത്തെ ചെയ്ത കണക്ക് ഈ ക്ലാസ് ഇൻ്റർവെല്ലുള്ളിടത്താണെങ്കിൽ എന്താ വരുന്നത്? ആദ്യം നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കും. ഓക്കെ, ക്ലാസ് മാർക്കിൻ്റെ ഇക്വേഷനാണ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഇത് ചെയ്യുക. പിന്നെന്ത്? അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കും. പിന്നെ മീൻ കാണാൻ എന്ത് ചെയ്യും? നമുക്ക് ഓൾറെഡി എക്സ് നമുക്ക് കിട്ടി, പിന്നെ എഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ കാണുന്ന ഇക്വേഷൻ സിഗ്മ fi xi ബൈ സിഗ്മ fi. അത് ചെയ്യാമല്ലോ പിന്നെ. ഓക്കെ, ഇത് 3 ആയി. ഇനി നമ്മൾ 4ാമത് കണ്ടുപിടിക്കാൻ പോകുന്ന മെത്തേഡിൻ്റെ പേരാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അതായത് മീൻ ഡീവിയേഷൻ വെച്ചിട്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലായിരിക്കും തരുന്നത്. അതിന് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും സെൻറ്ററിൽ വരുന്നതെങ്ങാനും എടുത്തോ. സെൻറ്ററിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നമ്മൾ അസ്യൂംഡ് മീൻ, അതായത് എ ആയിട്ട് കൊടുക്കും, അസ്യൂംഡ് മീനായിട്ട് കൊടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ക്ലാസ് മാർക്ക് നമുക്ക് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. 24, 34, 54, അല്ല 44, 54. ഓക്കെ, അല്ലെങ്കിൽ ഒരു 64 കിടന്നോട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂംഡ് ഈ എയുടെ വാല്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നടുക്ക് വരുന്നത് ഇവിടെ 3, നോക്ക് ഇവിടെ നടുക്ക് വരുന്ന വാല്യൂ ഏതാ? ഇതല്ലയോ? ഇവിടെ 2, ഇവിടെ 2. അന്നേരം നടുക്ക് വരുന്ന ഇത് 44. ഇവിടുത്തെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 44. ഓക്കെ, നമ്മൾ അന്നേരം ഒരു അസ്യൂംഡ് വാല്യൂ എടുക്കുക. പിന്നെന്ത് ചെയ്യാം? നമുക്ക് ഡീവിയേഷൻ കാണണം. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കുള്ള ആ മാർക്കിൽ നിന്ന് നമുക്കുള്ള വാല്യൂ ഏതാണോ അതിൽ നിന്ന് അസ്യൂംഡ് വാല്യൂ കുറയ്ക്കുക. അതായത് ഡി ബാർ മൈനസ് ഡി ബാർ. അതായത് ഡി ബാർ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? അസ്യൂംഡ് മീൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയും. ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ എന്താണ്? എക്സ്. നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് മാർക്ക് ഏതാണോ അതിൽ നിന്ന് അസ്യൂംഡ് മീൻ അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അന്നേരം ഡിയും കണ്ടുപിടിക്കുക, എയും ഉണ്ട്. എ വെച്ചിട്ട് ഡി ബാർ കണ്ടുപിടിക്കുക. ഡി ബാറിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കോളത്തിൽ എഫ് ഐയും ഡി ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തൊരു കോളം എടുക്കുക. എന്നിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? മീൻ എന്ന് പറയുമ്പം നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ബാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എ പ്ലസ്, അതായത് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ എന്ന് വരും. നമ്മൾ എഫ് ഐ ഡി ഐ കണ്ടുപിടിക്കും, പിന്നെ അസ്യൂംഡ് മീൻ ഉണ്ട്, പിന്നെ സിഗ്മ എഫ് ഐ നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. ഇതാണ് 4ാമത്തെ മെത്തേഡ്. പിന്നെ ഇനി ഒരു സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും കൂടെ ഉണ്ട്. അതാണ് 5ാമത്തെ മെത്തേഡ്. 5ാമത്തെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ഡി ബാർ അല്ലേ കണ്ടുപിടിച്ചേ? അവിടെയും അസ്യൂംഡ് മീൻ ഉണ്ട്. നേരത്തെ കണക്ക് തന്നെ മിഡ് വാല്യൂ ആയിരിക്കും അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ യു ബാർ കണ്ടുപിടിക്കും. യു ബാർ എന്ന് പറയുന്നത്